ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കോൺഫ്ലോർ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 30 മിനിറ്റെങ്കിലും പുറത്ത് വെക്കണം. അതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റെങ്കിലും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.